ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചെറിയൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. വേറെ എങ്ങുമല്ല, ട്രിവാൻഡ്രം ലുലു മാൾ. ഇന്നൊരു സാറ്റർഡേ ആണ്. നമ്മളൊരു 12:30 ആയി എത്തിയപ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. വിശാലിൻ്റെ ആവശ്യം ഫണ്ടൂറായി കയറണം, കുറച്ച് പാവ പിക്ക് ചെയ്യണം, ഗെയിം കളിക്കണം, ഇതാണ് ആവശ്യം. ഞങ്ങൾ ഇതിനു മുമ്പ് കുറേ പാവയെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫോണിൻ്റെ സ്റ്റോറേജ് കാരണം ഒത്തിരി ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി. ഒരുപാട് പാവയെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വിശാലും അല്ല പിക്ക് ചെയ്യുന്നത്, വാപ്പിയാണ് പിക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്തായാലും ഫണ്ടൂറെ കയറണമെന്നാണ് ഇശാലുവിൻ്റെ ആവശ്യം. നടക്കുമെന്നറിയില്ല, വേറൊരു ആവശ്യവും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ക്രിസ്മസിന് മുമ്പാണ്. കുറേ സ്റ്റാർസും ഡെക്കറേഷൻസും ഒക്കെ ഉണ്ട്. ക്യാൻഡീസൊക്കെ നോക്കിയിട്ട് പോവുകയാണ്. തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് വേണം നമുക്ക് ഇതൊക്കെ വാങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ ഒരു പപ്പ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഇശാല് കരുതി ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇശാല് കരുതി ഒറിജിനലാണ്. ടാറ്റ ഒക്കെ കൊടുത്തു. കുഞ്ഞൂസ് കയ്യിലൊക്കെ കയറി ഒന്ന് പിടിച്ചു. ഫുഡിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും 3 ഹൈദരാബാദി ദം ബിരിയാണി കിട്ടി. സ്പൈസി ദം ബിരിയാണി. നമ്മൾ എസ്കലേറ്റർ കയറി തിരിച്ച് ഫുഡ് കോർട്ടിലേക്ക് വന്നു. ഫുഡ് കോർട്ടിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഉച്ച സമയമാണ്. കുറച്ച് തിരക്കുണ്ടെങ്കിൽ നമുക്ക് സൈഡിലൊരു സീറ്റ് കിട്ടി, വേക്കൻ്റായിട്ട് കിട്ടി. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സൈഡ് വ്യൂ ഒക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ഗ്രേപ്പ് ജ്യൂസ് മേടിച്ചായിരുന്നു. നോ ആഡഡ് ഷുഗറാണ്, ഒട്ടും ഷുഗറില്ല. വീട്ടിൽ വന്നിട്ടാണ് കുടിക്കാൻ പറ്റിയത്. കുഞ്ഞൂസ് പറയുന്നത് ഫുഡ് അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്, എരിയില്ലെന്നൊക്കെയാണ്. പക്ഷേ ഓരോ വാ ചോറുണ്ണുമ്പോഴും ഓരോ കവൾ വെള്ളം കുഞ്ഞു കുടിക്കുന്നുണ്ട്. ഇശാലും അത് തന്നെ വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുവാണ് രണ്ടുപേരും. അപ്പോൾ ഫുഡ് കുറച്ച് സ്പൈസിയും സാൾട്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ കുഞ്ഞ് എസ്കലേറ്ററിൽ വെച്ച് ഒരു പാട്ടൊക്കെ പാടി. നമുക്ക് അടുത്ത ലക്ഷ്യം മാജിക് ട്രീ ആണ്. നമുക്ക് മാജിക് ട്രീയുടെ അടുത്തൊന്ന് പോകണം. അവിടെ കുറച്ച് ഷോർട്സൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷോർട്സും വീഡിയോസും ഒക്കെ ഒന്ന് എടുക്കണം. ഞങ്ങളവിടെ അങ്ങനെ മാജിക് ട്രീയുടെ അടുത്തെത്തി. അവിടെയും വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് ഷോർട്സൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമുക്കിനി ഹൈപ്പർ മാർക്കറ്റിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഷോർട്സിൻ്റെ ട്രയലൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് ഇനി എളുപ്പം നമുക്ക് കരുനാഗപ്പള്ളിയിൽ എത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമില്ല ഇനി ഇവിടെ നിൽക്കാൻ. നമ്മൾ മലപ്പുറം തിരൂർ റസീൻ എക്സോട്ടിക്കിൽ നിന്ന് റഷീദക്ക അടുത്തുനിന്ന് ഞാനൊരു ഡബിൾ ലോങ്ങനും ജബോട്ടിക്ക പ്ലാന്റും ചെറുത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹൈവേ സൈഡാണ് ഡെലിവറി. അപ്പോൾ അത് സാധാരണ രാത്രി 9 മണിക്കാണ് വരുന്നത്. ഇന്നിപ്പോൾ 7 മണിക്ക് വരുമെന്ന് വിളിച്ചു പറഞ്ഞു. നമുക്ക് ഓടി അവിടെ എത്തണം. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നു. ഒരു ദുബായ് ചോക്ലേറ്റും 2 ഗാലക്സിയൊക്കെ എടുത്തു. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ നിന്ന് ബേർ ആപ്പിളും അബിയും മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു വെപ്രാളമായി. 7 മണിക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴേ ആകെ വെപ്രാളമായി. എങ്ങനെ ഓടി എത്താൻ പറ്റുമോ എന്നൊക്കെ ആയി ടെൻഷൻ. ഇവിടെ നമ്മളിപ്പോൾ 3:30 സമയം കഴിഞ്ഞു. ഓടി എത്തണം. അവിടെ 7 മണിക്ക് വണ്ടി എത്തുന്നതിന് മുമ്പ് എത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ലുലുവിൽ നിന്ന് 3:45 ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ. നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് മാറി. അങ്ങനെ നമ്മൾ ചോക്ലേറ്റും 2 കുബൂസും ഒക്കെ എടുത്തായിരുന്നേ. സ്ലൈസും ഒക്കെ കുടിച്ച് നമ്മൾ നേരെ കരുനാഗപ്പള്ളിക്ക് വിട്ടു. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ 7:30 എത്തി. അവർ 8 മണിക്കാണ് വണ്ടി വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.